ഹായ്, വീണ്ടും ലീഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന പാഠത്തിലെ ജോമെട്രിക്കൽ ചാൻസുകളാണ്, ജ്യാമിതീയ സാധ്യതകളാണ്. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ ഉണ്ട്, കാണാത്ത ആൾക്കാർ അത് കണ്ട ശേഷം ഈ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ഓക്കെ, ഒരേ കോൺസെപ്റ്റുകൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഊർജ്ജം. ഓക്കെ, പോട്ടെ, നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കിയാണ്. നമുക്ക് എന്താണ് അറിയേണ്ടത്? കണ്ണടച്ചൊരു കുത്തിടുകയാണെങ്കിൽ, വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ്, നമുക്ക് ഇതിലേക്ക് നോക്കാൻ നമ്മളൊരു കുത്തിടുകയാണെങ്കിൽ അത് പച്ച ഭാഗത്ത് വരാനുള്ള സാധ്യത, ഓക്കെ, ഗ്രീൻ പാർട്ടിൽ വരാനുള്ള സാധ്യത എത്ര എന്നായിരുന്നു നമ്മുടെ ചോദ്യം. അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ചെയ്തു പോരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുന്നിൽ ഇതാ ഇവിടെ കിടക്കുന്ന ചോദ്യം എന്താണ്? ഒരു സ്ക്വയറും അതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിളുമാണ്, അല്ലേ? ഒരു സമചതുരവും അതിൻ്റെ ഉള്ളിൽ ഒരു വൃത്തവുമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈക്വലാക്കാൻ പറ്റുന്ന രൂപങ്ങളാണെങ്കിൽ ഈക്വലുള്ള ട്രയാങ്കിൾസ് ആക്കി മാറ്റുക, ചതുരങ്ങളാണെങ്കിൽ ചതുരങ്ങളാക്കി നമുക്ക് മാറ്റാം. ഇനി ഈക്വലാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? രണ്ട് ചിത്രത്തിലും കോമൺ ആയിട്ട് പൊതുവായിട്ട് എന്തെങ്കിലും തരപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നോക്കാൻ പറ്റുമോ? നോക്കാം. ഇതാണ് നമ്മുടെ ചതുരം. ചതുരത്തിൻ്റെ ഒരു വശം എ എന്നെടുത്തു കഴിഞ്ഞാൽ ആ വശവും ആ വശത്തിൻ്റെ നീളവും സർക്കിളുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. ഏതെങ്കിലും വഴിക്ക് ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? എന്നാലോചിച്ച് നോക്ക്. യെസ്, ഇതാ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഡയമീറ്ററാണ്, വ്യാസമാണ്, അല്ലേ? വൃത്തത്തിൻ്റെ വ്യാസമാണ്. ഈ താഴെ എ ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും? എ തന്നെയായിരിക്കും, അല്ലേ? താഴെ എ എന്ന് പറയുന്ന നീളമാണെങ്കിൽ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വ്യാസവും എത്ര തന്നെയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഡയമീറ്ററും 10 ആയിരിക്കും. കാരണം ആ ചതുരത്തോട് ചേർന്നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്ന വൃത്തമാണ്, സർക്കിളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് സംഭവം കിട്ടി, അല്ലേ? അതായത് നമ്മുടെ വൃത്തത്തിൻ്റെ ഡയമീറ്ററും വ്യാസവും ചതുരത്തിൻ്റെ സമചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ ഒരു വശവും എന്താണ്? ഈക്വലാണ്. ഇനി ചാൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്? രണ്ടിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ചെറിയ ഇതിൻ്റെ ഏരിയ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ചെറിയ ആളാരാ? നമ്മുടെ സർക്കിളാണ്. അപ്പം ഏരിയ ഓഫ് സർക്കിൾ നമുക്ക് എന്തെഴുതാം? വൃത്തത്തിൻ്റെ പരപ്പളവ്, എന്താ വൃത്തത്തിൻ്റെ പരപ്പളവ്? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു. എന്താ ഇക്വേഷൻ? പൈ ആർ സ്ക്വയർ. അപ്പോൾ റേഡിയസ് എത്രയാണ്? ഇവിടെ ഡയമീറ്റർ എ ആണ്. അങ്ങനെയെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? ഡയമീറ്ററിൻ്റെ പകുതി. ഡയമീറ്റർ എ ആണ്, അങ്ങനെയെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? a/2. ഡയമീറ്ററിൻ്റെ വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ അളവുകൾ നമുക്ക് ഇതിലേക്കൊന്ന് കൊടുക്കാം. പൈ ഇൻറ്റു റേഡിയസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? a/2 ഹോൾ സ്ക്വയർ. ഓക്കെ, എന്താ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാൻ കാരണം എന്താ? റേഡിയസ് സ്ക്വയർ ആണ്, r സ്ക്വയർ ആണ്. റേഡിയസ് എത്രയാണ്? a/2 ആണ്. a/2 ഹോൾ സ്ക്വയർ. ഇത് ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. പൈ ഇൻറ്റു നമ്മൾ സ്ക്വയർ ചെയ്യാം കേട്ടോ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ് സ്ക്വയർ. ഈ സ്ക്വയർ ഉള്ളിലേക്ക് എടുത്താൽ ഇതെന്ത് കിട്ടും? എ സ്ക്വയർ എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ ഈ സ്ക്വയർ താഴേക്ക് എടുത്ത് എന്ത് കിട്ടും? 2 സ്ക്വയർ എന്ന് കിട്ടും, അല്ലേ? 2 സ്ക്വയർ എത്രയാണ്? 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. ഞാൻ ഡയറക്റ്റ് എഴുതുകയാണ്. ഈ സ്ക്വയർ ഉള്ളിലേക്ക് എടുത്താൽ കേട്ടോ, എയ്ക്ക് സ്ക്വയർ കൊടുത്തപ്പോൾ എ സ്ക്വയർ, 2വിന് സ്ക്വയർ കൊടുത്തപ്പോൾ 2 സ്ക്വയർ. എന്താ 2 സ്ക്വയർ എത്രയാ? ദാറ്റ് ഇസ് 4. ഓക്കെ ആണോ? പൈ a സ്ക്വയർ ബൈ 4. ഓക്കെ, ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? വലിയ ആളുടെ ഏരിയ കണ്ടുപിടിക്കണം. വലുത് നമ്മുടെ എന്താണ്? സ്ക്വയറാണ്, സമചതുരമാണ്. അപ്പോൾ നമുക്ക് എഴുതാം ഏരിയ ഓഫ് സ്ക്വയർ. മലയാളത്തിൽ എങ്ങനെ എഴുതാടാ? സമചതുരത്തിൻ്റെ പരപ്പളവ്. ഞാനിവിടെ എഴുതുന്നില്ല കേട്ടോ. സമചതുരത്തിൻ്റെ പരപ്പളവ് എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചായിരുന്നു. എന്താ ഇക്വേഷൻ? പഠിച്ച ഏരിയ ഓഫ് എ സ്ക്വയർ, എ സ്ക്വയർ, അല്ലെങ്കിൽ എന്താണ്? വശം സ്ക്വയർ, വശം ഇൻറ്റു വശം ആണല്ലോ. ഇവിടുത്തെ നമ്മുടെ വശം എത്രയാണ്? എ ആണ്.
അങ്ങനെയെങ്കിൽ ഏരിയയും എത്ര തന്നെയാണ്? എ സ്ക്വയർ ആണ്. പ്രത്യേകിച്ച് ഒന്നും എടുക്കേണ്ട, നമ്മൾ ആദ്യമേ എടുത്തത് ഒരു വശത്തിന് എന്തായിട്ട് തന്നെയാണ്? എ എന്ന് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. ഇനി ചാൻസ് എങ്ങനെ എഴുതും? ചാൻസ് എഴുതാം. ചാൻസ് സാധ്യത സമം, എങ്ങനെയാണ് സാധ്യത കണ്ടുപിടിക്കണ്ടേ? എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ആ ചെറുതിൻ്റെ ഏരിയ മുകളിൽ എഴുതുക, വലുതിൻ്റെ ഏരിയ അവിടെ എഴുതുക, വരയുടെ താഴെ ഡിനോമിനേറ്റർ ഛേദത്തിൽ എഴുതുക. അങ്ങനെയല്ലേ പറഞ്ഞ്? അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ വൃത്തത്തിൻ്റെ പരപ്പളവ്, വൃത്തമാണ് ഏറ്റവും ചെറുത്, അതെത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്? പൈ എ സ്ക്വയർ ബൈ 4. ഞാൻ ഒരുമിച്ച് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. പൈ എ സ്ക്വയർ ബൈ 4. ഓക്കെ, ഡിവൈഡഡ് ബൈ, ഞാൻ ചെരിച്ച് വരച്ചോട്ടെ, ഇത് ഹരിക്കാന്ന് തന്നെയാണ് കേട്ടോ. ഡിവൈഡ് ബൈ വലുതിൻ്റെ ഏരിയ. വലുതിൻ്റെ ഏരിയ എത്രയാണ്? എ സ്ക്വയർ. ഓക്കെ, ഇനി എൻ്റെ കൂട്ടുകാർക്ക് ഇത്രയും എഴുതാൻ അറിയുള്ളെങ്കിൽ ഇത്രയും എഴുതി കഴിഞ്ഞാലും ആൻസർ ശരിയാണ് കേട്ടോ. ഇനി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ആൻസർ വേണ്ടേ? പെർഫെക്റ്റ് ആയ ആൻസറിന് വേണ്ടി നമുക്ക് ചെയ്യാം. ഇവിടെ നോക്ക്, മുകളിൽ കിടക്കുന്ന നമ്പറും ഒരു ഫ്രാക്ഷനാണ് അല്ലേ? അതൊരു ഭിന്നസംഖ്യയാണ്. അതിനെ ഹരിക്കണം എ സ്ക്വയർ എന്നാണ്. ഞാൻ ഇത് എങ്ങനെ എഴുതേണ്ടതെന്നൊന്ന് പറയാം. ഇവിടെ നോക്കുക, നമുക്ക് ഈക്വൽ ടു അല്ല ഇംപ്ലൈസ് പൈ എ സ്ക്വയർ ബൈ 4 ആണ്. ഹരിക്കണം എന്നാണല്ലേ? ഹരിക്കണം എ സ്ക്വയർ, അതായത് ഡിവൈഡ് ബൈ എന്നുള്ള വരയ്ക്ക് പകരം ഞാൻ എന്ത് എഴുതി? ഹരിക്കണം എന്ന് എഴുതി. ഒരു ഭിന്നസംഖ്യേനെ, ഒരു ഫ്രാക്ഷനെ എങ്ങനെ നമുക്ക് ഹരിക്കാം? ഓർക്കണേ, ഫ്രാക്ഷനെ അല്ലെങ്കിൽ ഭിന്നസംഖ്യേനെ ഹരിക്കണമെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. എന്താണ് റെസിപ്രോക്കൽ? വ്യുൽക്രമം. കേട്ടോ, വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, തല തിരിഞ്ഞവൻ എന്ന് ഓർത്താൽ മതി. അതിനെ തല തിരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. ഇപ്പോൾ സപ്പോസ് എന്താണ് എ സ്ക്വയറിൻ്റെ വ്യുൽക്രമം എന്ന് പറയുന്നത് 1/a സ്ക്വയർ ആണ്. ഓക്കെ, ഇപ്പോൾ എ സ്ക്വയർ മേളിൽ നമുക്ക് എഴുതി നോക്കാം. ഇവിടെ നോക്ക്, അപ്പോൾ പൈ എ സ്ക്വയർ ബൈ 4 ഇൻറ്റു എ സ്ക്വയറിൻ്റെ വ്യുൽക്രമം എന്താണ്? റെസിപ്രോക്കൽ എന്താണ്? 1/a സ്ക്വയർ ആണ്. എന്താണ്? 1/a സ്ക്വയർ. 1 എന്നങ്ങ് ഇട്ടാൽ മതി. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി നോക്ക്, മേളിലും താഴെ എ സ്ക്വയർ ഉണ്ടല്ലോ, അമ്പടെ രക്ഷപ്പെട്ടു. നമുക്ക് എ സ്ക്വയർ എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. മേളിലും താഴെ ഒരേപോലെ സംഖ്യ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും നോക്കൂല, ലേട്ടവും വല്ലതും നോക്കൂല, നമ്മൾ ചെയ്തിരിക്കും അല്ലേ? നമ്മളത് വെട്ടി. അപ്പോൾ മേളിലും താഴെ നമ്മൾ എന്ത് ചെയ്തു? എ സ്ക്വയർ വെട്ടി. ഇനി ബാക്കി എന്തൊക്കെയുണ്ട്? പൈ ഇൻറ്റു 1. എത്രയാണ് പൈ ഇൻറ്റു 1? 1 പൈ ഡിവൈഡഡ് ബൈ താഴെ ആരുണ്ട്? 4. സോ ദ ചാൻസ് ഈസ് ഈക്വൽ ടു പൈ ബൈ 4. ദാറ്റ്സ് ഇറ്റ്. കിട്ടി. സിമ്പിളല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒന്നും കൂടി കണ്ടാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇത്. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ? ഇത് കുറേ എളുപ്പമാണ് കേട്ടോ, കൂടുതൽ ചെയ്യാനൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ആദ്യം പറഞ്ഞ കാര്യം ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. എന്താണ്? ഈക്വലായിട്ടുള്ള രൂപങ്ങളാക്കിയെടുക്കാൻ ഇതിനെ പറ്റുമോ? എക്സ്പെഷ്യലി ട്രയാങ്കിൾ, തുല്യമായിട്ടുള്ള ത്രികോണങ്ങളാക്കിയെടുക്കാൻ വല്ല വഴിയുണ്ടോ? നോക്കി, കണ്ണടച്ചൊരു കുത്തിട്ട് കഴിഞ്ഞാൽ പച്ചയിലാവണം. ക്വസ്റ്റ്യൻ അതാണ് കേട്ടോ. എങ്ങനെയാക്കാൻ പറ്റും? ഞാൻ നടുക്കൊരു പോയിൻ്റ് എടുത്തേ, ഒന്ന് ആലോചിച്ച് നോക്കി, ഇവനെ ആക്കാൻ പറ്റുമോന്ന്? പറ്റൂലേ? എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്കൊരു വര വരച്ചു, സെൻറ്ററിൽ നിന്ന്. ഇതാ ഇങ്ങോട്ടേക്കൊരു വര വരച്ചു. ഇതാ ഇങ്ങോട്ടേക്കും ഒരു വര വരച്ചു. അപ്പോൾ ഇത് ഈക്വലായോ? ഒന്ന് സൂക്ഷിച്ച് നോക്ക്. ഈക്വലായോ? ആയില്ലേ? ഈക്വലായുള്ള ഒരേപോലത്തെ എത്ര ത്രികോണങ്ങളായി? 1, 2, 3, 4, 5, 6 ട്രയാങ്കിൾസ് കിട്ടി. തുല്യമായിട്ടുള്ള 6 ത്രികോണങ്ങൾ കിട്ടി. ഇനി ചാൻസ് എഴുതാൻ വളരെ എളുപ്പമാണ്. ചാൻസ്, സാധ്യത. ആകെ എത്ര ത്രികോണമുണ്ട്? ടോട്ടൽ എത്ര ഉണ്ട്? എണ്ണി നോക്കടാ. എത്രയാണ്? 1, 2, 3, 4, 5, 6. നമ്മൾ എത്ര എടുത്തതിനെയാണ് മുകളിൽ എഴുതേണ്ടതെന്നാണ് പറഞ്ഞത് അല്ലേ? ആകെ ടോട്ടൽ നമ്മൾ താഴെ എഴുതണം, എടുത്തതിനെ നമ്മൾ മുകളിൽ എഴുതണം. പച്ചയിൽ എത്ര എണ്ണം ഉണ്ട്? എത്ര പച്ച ത്രികോണമുണ്ട്? 3 എണ്ണം ആണോ? സോ ആൻസർ ഈസ് ഈക്വൽ ടു 3/6. എത്ര ആൻസർ? 3/6. ഇനി ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു നേരത്തെ ക്ലാസ്സിൽ, മുന്നത്തെ ക്ലാസ് കാണുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ എന്താണ്? ഫ്രാക്ഷന് എങ്ങനെ, ഭിന്നസംഖ്യനെ നമ്മൾ എങ്ങനെ എഴുതുക? എപ്പോഴും അതിൻ്റെ സ്മോളസ്റ്റ് ഫോമിൽ, അതിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിലാണ് എഴുതുക. അങ്ങനെ ചെറിയ രൂപത്തിലേക്ക് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വെട്ടിച്ചെറുതാക്കും അല്ലേ? 3നെയും 6നെയും ഹരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? എന്ത് ചോദ്യമല്ലേ സാറേ? 3 കൊണ്ട് ഹരിക്കാം അല്ലേ? 1 3 3, 2 3 6. സോ ദ ചാൻസ് ഈസ് ഈക്വൽ ടു 1/2. സോ സിമ്പിൾ. ഇത്ര എളുപ്പമുള്ള വേറെ ഏതെങ്കിലും പാഠമുണ്ടോ? അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോളണം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? എക്സ്പ്ലനേഷനോ അധികം ആവശ്യമില്ലല്ലോ.
ഓക്കെ വെൽ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക്, അതാ ഒരു നക്ഷത്രം, ഒരു സ്റ്റാർ നിങ്ങൾക്ക് ഞാൻ തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. സമഭുജ ത്രികോണങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന സമഷഡ്ഭുജം, രണ്ട് സമഭുജ ത്രികോണങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇക്വലാറ്റർ ട്രയാങ്കിളുകൾ വരച്ചു. നമ്മൾ ഇങ്ങനെ നക്ഷത്രം വരയ്ക്കാറുണ്ട് അല്ലേ? അങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ പച്ച നിറത്തിൽ നമുക്ക് അവിടെ എന്ത് കാണാം? ഒരു ഹെക്സഗൺ കാണാം. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 വശങ്ങളുടെ രൂപമാണ്. ഓക്കെ, ഷഡ്ഭുജം എന്ന് പറയുമ്പോൾ 6 സൈഡുകൾ, 6 വശങ്ങളുടെ രൂപമാണ്. അപ്പോൾ കണ്ണടച്ച് നമ്മളൊരു കുത്തിടുകയാണെങ്കിൽ അത് പച്ചയിലാകാനുള്ള സാധ്യത, ഇല്ലെങ്കിൽ ഈ ഷഡ്ഭുജത്തിൽ ഹെക്സഗണിലാകാനുള്ള സാധ്യത. ഈ പറഞ്ഞ പോലെ ഈക്വൽ രൂപങ്ങളാക്കാൻ പറ്റുമോ? ചിന്തിക്കേ, പറ്റുമോ? പറ്റും. നടുക്കുതാ ഒരു കുത്തിടുക, ഇതാ കുത്തിട്ടില്ലാലും വേണ്ടില്ല, ഇങ്ങോട്ട് വരച്ചോ, ഇങ്ങോട്ടേക്ക് വരച്ചു. നമുക്ക് പരിചയമുള്ള രൂപമാണ്. എന്തായി? ഈക്വൽ ട്രയാങ്കിൾസ് ആയില്ലേ? കുഞ്ഞു കുറേ ത്രികോണങ്ങൾ കിട്ടിയില്ലേ? ഇതാണ് എളുപ്പം. ഇതിൽ ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യാട്ടോ. അതായത് ഹെക്സഗണിൻ്റെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ 2 ട്രയാങ്കിളിൻ്റെ ഇക്വേഷനൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. അതൊന്നും വേണ്ട, ഇത് തന്നെ ഏറ്റവും എളുപ്പം. എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 12 ട്രയാങ്കിൾസ് ആണ് അല്ലേ? 12 ത്രികോണങ്ങളുണ്ട്. നമുക്ക് ചാൻസ് നേടിയേക്കാം. ചാൻസ് ഈസ് ഈക്വൽ ടു സാധ്യതാ സമം നമ്മൾ എടുത്തത് മുകളിൽ എഴുതണം, ആകെയുള്ള താഴെ എഴുതണം. ആകെയുള്ള നമുക്ക് അറിയാലോ, ആദ്യം തന്നെ എഴുതി വെച്ചേക്കാം. 12 ആകെ 12 ത്രികോണങ്ങളുണ്ട്. ഇതിനകത്ത് പച്ച എണ്ണത്തിൽ എത്ര എണ്ണമുണ്ട്? പച്ച ത്രികോണങ്ങൾ എത്ര എണ്ണമുണ്ട്? 1 2 3 4 5 6 6/12. ഇനി എന്ത് ചെയ്യണം? ആൻസറൊക്കെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്കിതിനെ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? ചെറുതാക്കാൻ പറ്റുമോ? പറ്റൂല്ലേ? ചെറുതാക്കാൻ പറ്റില്ലേ? എന്ത് ചെയ്യാം? നമുക്ക് 6 കൊണ്ട് ഹരിക്കാം. 6 കൊണ്ട് 6നെ 12 ഹരിക്കാമല്ലോ. എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം. 1 6 6 അല്ലേ? 1 6 is 6, 2 6 are 12 അല്ലേ? 2 6 12. So the answer, this is a perfect answer. Answer is equal to 1/2, 1/2. കിട്ടിയോ? സംഭവം പൊളിയല്ലേ? വളരെ എളുപ്പത്തിൽ മാർക്ക് മേടിക്കാൻ പറ്റുന്നൊരു പാഠം തോന്നില്ലേ? തീർച്ചയായിട്ടും നമുക്ക് എളുപ്പത്തിൽ മാർക്ക് മേടിക്കാം. അതിനൊപ്പം ലീഡ്സ് അക്കാദമി ഈ മാർക്ക് മേടിക്കാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. നിങ്ങളുടെ ഹെൽപ്പിന് എപ്പോഴും ഞാനുണ്ട്. അപ്പോൾ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് കിട്ടും. അപ്പം മിടുക്കന്മാരായിട്ട് പഠിക്കുക. ടേക്ക് കെയർ. വീണ്ടും കാണാം. ബൈ.